ജോലി ചെയ്യുന്ന H1B L1 വിസക്കാരും F1 വിദ്യാർത്ഥികളും അതുപോലെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള മലയാളി കുടുംബങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഇമിഗ്രേഷൻ പദ്ധതിയാണ് EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം. ദീർഘകാല ഗ്രീൻ കാർഡ് കാത്തിരിപ്പുകളും തൊഴിൽ വിസയുടെ അനിശ്ചിതത്വവും ഒഴിവാക്കി അമേരിക്കയ്ക്കുള്ളിൽ സ്ഥിരതാമസത്തിനുള്ള നിയമപരമായ മാർഗം തേടുന്നവർക്ക് EB-5 വിസ ഒരു പ്രധാന ഓപ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026 നിലവിലുള്ള EB-5 നിയമങ്ങൾ പ്രകാരം ആർക്കൊക്കെയാണ് അർഹത ലഭിക്കുക, എത്ര തുക നിക്ഷേപിക്കണം, അമേരിക്കയിൽ ഇതിനകം താമസിക്കുന്നവർക്ക് എന്തൊക്കെ പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ EB-5 പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് നിയമപരമായി നിക്ഷേപം നടത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വിദേശ നിക്ഷേപകർക്കാണ് EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം വഴിയുള്ള സ്ഥിരതാമസത്തിനുള്ള അവസരം ലഭിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം TEA അല്ലെങ്കിൽ റൂറൽ പ്രോജക്ട് വിഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് കുറഞ്ഞ നിക്ഷേപം 8 ലക്ഷം അമേരിക്കൻ ഡോളറാണ്. TEA വിഭാഗത്തിൽ ഉൾപ്പെടാത്ത സാധാരണ കൊമേഴ്ഷ്യൽ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നവർക്ക് 1.05 മില്യൺ അമേരിക്കൻ ഡോളർ നിക്ഷേപിക്കേണ്ടതുണ്ട്. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ അപേക്ഷകനും ജീവിത പങ്കാളിക്കും 21 വയസ്സിന് താഴെയുള്ള അവിവാഹിതരായ മക്കൾക്കും ഗ്രീൻ കാർഡിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കും. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് 2026 സെപ്റ്റംബർ 30 മുൻപ് അപേക്ഷ നൽകണമെന്നത് എന്തുകൊണ്ടാണ് ചർച്ചയാകുന്നത് എന്ന്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. 2026 സെപ്റ്റംബർ 30 എന്നത് റീജിയണൽ സെന്റർ പ്രോഗ്രാമിന്റെ നിലവിലെ കോൺഗ്രസ് അംഗീകൃത കാലാവധിയുമായി ബന്ധപ്പെട്ട തീയതിയാണ്. കോൺഗ്രസ് ഈ പദ്ധതി വീണ്ടും ദീർഘിപ്പിക്കുമോ എന്നത് പിന്നീട് തീരുമാനിക്കപ്പെടും. അതിനാൽ EB-5 പരിഗണിക്കുന്നവർ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ യോഗ്യരായ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ സഹായത്തോടെ നടപടികൾ ആരംഭിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിരിക്കും. അമേരിക്കയിൽ ഇതിനകം H1B L1 അല്ലെങ്കിൽ F1 സ്റ്റേറ്റസിൽ കഴിയുന്നവർക്ക് EB-5 നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യങ്ങളിൽ ഒന്നാണ് കൺകറന്റ് ഫയലിംഗ്. അർഹരായ അപേക്ഷകർക്ക് ഫോം I-526E സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ ഫോം I-485 സമർപ്പിക്കാനും കഴിയും. ഇതിലൂടെ കേസ് പരിഗണനയിൽ ഇരിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ്, അഡ്വാൻസ് പരോൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കും. ഇതുവഴി ഭാവിയിലെ തൊഴിൽ യാത്രാ സൗകര്യങ്ങളിൽ കൂടുതൽ ഇളവ് ലഭിക്കാം. അതേസമയം ഇത് H1B വിസയുടെ എല്ലാ പരിമിതികളും സ്വമേധ ഇല്ലാതാക്കുന്നില്ലെങ്കിലും ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണെന്ന് ശ്രദ്ധിക്കണം. 2026 EB-5 പദ്ധതിയിലെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് സെൽഫ് അസൈഡ് വിസ കാറ്റഗറീസ്. നിയമപ്രകാരം ലഭ്യമായ EB-5 വിസകളിൽ 20% റൂറൽ പ്രോജക്ട്സിനും 10% ഹൈ എംപ്ലോയ്മെന്റ് ഏരിയാസിനും മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ റൂറൽ പ്രോജക്ട്സ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് വിസ ലഭ്യത താരതമ്യേന അനുകൂലമാണെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ ഓരോ രാജ്യത്തിന്റെയും വിസ ആവശ്യകതകളെയും വാർഷിക വിസ ലഭ്യതയും അനുസരിച്ച് കാത്തിരിപ്പ് കാലാവധി മാറാം. EB-5 അപേക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ലോഫുൾ സോഴ്സ് ഓഫ് ഫണ്ട്. നിക്ഷേപിക്കുന്ന പണം നിയമപരമായി സമ്പാദിച്ചതാണെന്ന് വ്യക്തമായി തെളിയിക്കണം. ശമ്പള വരുമാനം, ബിസിനസ് ലാഭം, സ്വത്ത് വിൽപ്പന, നിക്ഷേപക വരുമാനം, പരമ്പരാഗത സ്വത്ത്, നിയമപരമായ സമ്മാനം എന്നിവയുൾപ്പെടെ വിവിധ മാർഗങ്ങളിലൂടെ ലഭിച്ച ഫണ്ടുകൾ ശരിയായ രേഖയിലൂടെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. അതോടൊപ്പം നിക്ഷേപം വഴി അമേരിക്കയിൽ കുറഞ്ഞത് 10 മുഴുവൻ സമയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്ന നിബന്ധനയും പാലിച്ചിരിക്കണം. നിക്ഷേപ തുകയ്ക്ക് പുറമെ റീജിയണൽ സെന്റർ അഡ്മിനിസ്ട്രേഷൻ ഫീ, ഇമിഗ്രേഷൻ അറ്റോർണി ഫീ, USCIS ഫയലിംഗ് ഫീ തുടങ്ങിയ അധിക ചെലവുകളും ഉണ്ടാകുമെന്നതിനാൽ അപേക്ഷകൾ മൊത്തം സാമ്പത്തിക ബാധ്യത മുൻകൂട്ടി കണക്കിലാക്കേണ്ടതുണ്ട്. തൊഴിൽ വിസയുടെ അനിശ്ചിതത്വത്തിൽ നിന്ന് മാറി അമേരിക്കയിലെ സ്ഥിരതാമസത്തിലേക്ക് എത്താനുള്ള നിയമപരമായ മാർഗങ്ങളിലൊന്നായി EB-5 ഇന്നും തുടരുകയാണ്. എന്നാൽ ഈ വലിയ സാമ്പത്തിക നിക്ഷേപം ആവശ്യമായ പദ്ധതിയായതിനാൽ ഔദ്യോഗിക രേഖകളും പദ്ധതിയുടെ വിശ്വാസ്യതയും റീജിയണൽ സെന്ററിന്റെ പശ്ചാത്തലവും ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ നിർദ്ദേശവും വിശദമായി പരിശോധിച്ച ശേഷമേ നിക്ഷേപ തീരുമാനമെടുക്കാവൂ. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളും ഗ്രീൻ കാർഡ് അപ്ഡേറ്റുകളും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.